അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ മുഹറം 1 അപ്പോൾ എല്ലാവരും ഈ അമൽ രഹസ്യമായിട്ട് ചെയ്യണം. 100 പ്രാവശ്യം സൂറത്ത് ഇഖ്ലാസ് ആരോടും പറയണ്ട. നമ്മൾ ചെയ്യണ കാര്യം ആരോടും പറയണ്ട. നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ ആ കാര്യം നമ്മൾ എന്തിനാ വെറുതെ എല്ലാവരോടും പറഞ്ഞെടുക്കണത്. ഇനിയിപ്പോൾ നമ്മളെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് കിട്ടിയാൽ ഞങ്ങൾക്ക് പകർന്നു തരും. ഇന്ന ദിവസം ഇന്നത് ചെയ്താൽ നല്ല പുണ്യമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു തരും. ഇനിയിപ്പോൾ നാളെ മുഹറം 1 അപ്പോൾ നാളെ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതിയാൽ അതിന് ഇന്നതും മഹത്വങ്ങളുണ്ട്, അപ്പോൾ അത് ഓതിക്കോണ്ടി എന്നൊക്കെ പറയും. അല്ലാതെ നമ്മൾ ചെയ്തില്ലേ എന്നല്ല, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റെ അമ്മ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്, അങ്ങനെ അല്ലാതെ നമ്മൾ അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രഹസ്യമായിട്ട് നമ്മളെ ഒരുപാട് ആവശ്യങ്ങളും നമ്മളെ നീറുന്ന പ്രശ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് 100 പ്രാവശ്യം സൂറത്ത് ഇഖ്ലാസ് ഓതിയിട്ട് ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടും, ഉറപ്പാണ് കേട്ടോ. ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു അമലാണ്. ഉമ്മ ഓരോ വയലിലും ഇതിലൊക്കെ കേട്ടിട്ട് ഓരോ ബുക്കുകളിൽ നിന്നൊക്കെ എടുത്ത് റെഫർ ചെയ്തിട്ടൊക്കെ കേട്ടോ. ചിലപ്പോൾ ഉമ്മ അങ്ങനെ ഓരോ ദിവസം നല്ല ദിവസം വരുമ്പോൾ അതിന് മുമ്പ് നോക്കി നോക്കും എന്തൊക്കെയാണ് ഈ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി നോക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് കിട്ടിയതാണ് ഇത്. 360 തവണ ആയത്തുൽ കുർസി ഓതൽ. മുഹറം 1 ദിവസം 360 പ്രാവശ്യം ആയത്തുൽ കുർസി ആരെങ്കിലും ഓതിയാൽ ആ വർഷം പിശാചിൽ നിന്നും പ്രത്യേക കാവൽ അവനുണ്ടാവും. ആ കൊല്ലം മുഴുവനും പിശാചിൻ്റെ ഷെറിൽ നിന്ന് തടയുന്ന ഒരു പ്രത്യേക അമലാണിത്. പിന്നെ ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആയത്തുൽ കുർസി ഓതുന്നതിൻ്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലണം. ഈ 360 ബിസ്മിയും ചൊല്ലണം. 360 ആയത്തുൽ കുർസി നമ്മൾ ഓതുമ്പോൾ നമ്മളിങ്ങനെ ആയത്തുൽ കുർസി ഓതി പിന്നെ ബിസ്മി ചൊല്ലണ്ടല്ലോ, ആയത്തിൽ തുടക്കത്തിൽ ചൊല്ലിയെഴുതിക്കാണ്ട് ചൊല്ലാതിരിക്കാൻ പറ്റില്ല. 360 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം. അത് കഴിഞ്ഞതിന് ശേഷം ആയത്തുൽ കുർസി ഓതിയതിന് ശേഷം അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാലി ഹവ്വിൽ ഹാലന ഇലാ അഹ്സനിൽ അഹ്വാലി ബിഹൗലിക വഖുവ്വതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന ചെയ്യാം. ഇതിന് വളരെയധികം പുണ്യമുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം, ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാലി ഹവ്വിൽ ഹാലന ഇലാ അഹ്സനിൽ അഹ്വാലി ബിഹൗലിക വഖുവ്വതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 360 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്ത ശേഷം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ പ്രത്യേകമായ കാവൽ ഉണ്ടാവുകയും വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് സംരക്ഷണം നൽകപ്പെടുകയും ചെയ്യും. മാഷാ അല്ലാഹ്. കഴിയുന്നവരൊക്കെ ഈ അമൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.